ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകണം. ഞാൻ ഇത് മൊത്തം സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ എല്ലാ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ആദ്യത്തെ കുറച്ച് വീഡിയോ ഡിലീറ്റ് ആയി പോയി, അറിയാണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ. അപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഞാൻ ഇരുന്നുകൊണ്ട് എടുക്കണേ. അപ്പോൾ ഞാൻ അതിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഏതാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ അട്ടൂരിൽ നിന്ന് എടുക്കണം, മടക്കി ചുറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ്, ഇത് ക്രൈപ്പാണ് കേട്ടോ മെറ്റീരിയൽ വന്നത്. ഇതെവിടെ നിന്നാണ് ഞാൻ എടുക്കണമെന്ന് ചോദിക്കാറുണ്ട്. ഞാനിത് ബണ്ടിലായിട്ട് എടുത്ത് വെച്ചിരിക്കണേ. ഞാൻ മേനകയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. മേനകയിൽ ഏത് കടയിൽ നിന്നാണ് ഇത് രണ്ടും ഞാൻ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഒരു കടയുടെ പേര് വന്നിരിക്കണം, പരാഗ് എന്ന കടയ്ക്ക്. ഇതൊക്കെ തിരക്കി നടക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ തിരക്കാണെന്ന് എനിക്കൊരു മനുഷ്യൻ പറഞ്ഞതില്ല, ഞാൻ എപ്പോഴും അറിയാം. പിന്നെ അവസാനം എൻ്റെ കൂടെ പഠിച്ചൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുണ്ട് എനിക്ക് പ്ലെയിൻ നെറ്റ് ബണ്ടിലായിട്ട് എടുക്കുന്ന സ്ഥലം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അതിന് മുമ്പേ ഞാൻ 50 മീറ്ററൊക്കെ ഇങ്ങനെ ചക്കണക്കിന് ഇവിടുത്തെ കടയിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടാവുന്നു. അപ്പത്തേന് 50,000-60,000 വരെയൊക്കെ പോകുമായിരുന്നു. നമുക്ക് തയ്ക്കാം. ഇതാണ് കേട്ടോ മെറ്റീരിയൽ. ഈ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് 4 മീറ്റർ വേണം. നമുക്ക് ഇതിൽ നിന്ന് 4 മീറ്റർ ഇനി മുറിച്ചെടുക്കാം. ഇത് 2 പേർക്ക് വേണ്ടിയിട്ട് ഇപ്പം എനിക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഒരെണ്ണം കൂടിയിട്ട് പെട്ടാവേ. ടോപ്പിൻ്റെത് വെട്ടണതിന് വേണ്ടിയിട്ട് ഫസ്റ്റിന് തുണി മൊത്തം ഇങ്ങനെ നേരെ ഇട്ടിട്ട് ആദ്യം ഈ 2 അറ്റം കൂടിയിട്ട് ഇങ്ങനെ മടക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിങ്ങോട്ടേക്ക് ഇട്ടിട്ട് ഇതിങ്ങോട്ടേക്ക് ഒന്നും കൂടി മടക്കാം. ഇനി ഇതിങ്ങോട്ടേക്ക് മടക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ലൈനിങ്ങിനും കൂടിയിട്ട് നമ്മൾ ഇതിൽ തന്നെ എടുക്കണേ. അതുകൊണ്ടാണ് നാളായിട്ട് മടക്കിയിട്ടുള്ളത്. ഇനി ചോക്കുണ്ട്. ഇനി ഫസ്റ്റ് തന്നെ അമ്മ മിണ്ടല്ലേ. ഫസ്റ്റ് തന്നെ നമുക്ക് ലെങ്ത്ത് എടുക്കാം. 13 എടുക്കാം ലെങ്ത്ത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷോൾഡർ 31 ചെസ്റ്റ് വന്നിരിക്കണം. ഒരു 7 ഷോൾഡർ കൊടുക്കാം. 7 കൊടുക്കണ്ട, ഒരു 6.5 കൊടുത്താൽ. ഇങ്ങോട്ടേക്കും ആ ഷോൾഡറിൻ്റെ എത്രയെന്ന് അതിന്, അപ്പം 6.5 തന്നെ ഇങ്ങോട്ടേക്കും കൊടുക്കാം. ഇനി 31 4 കൊണ്ട് ഹരിക്കണം. ചെസ്റ്റ് വന്നിട്ടുള്ളത് 30 എന്തുകൊണ്ട് ചെസ്റ്റ് വന്നിട്ടുള്ളത് 31. അപ്പം നമുക്ക് 31 4 കൊണ്ട് ഹരിക്കുമ്പോൾ 7.47 ആയിട്ട് തരാം. അപ്പം 7 എടാ ഈ ചെസ്റ്റ് പറഞ്ഞില്ലേ അത് മാറ്റിയാലേ. ചെസ്റ്റ് വന്നിട്ടുള്ളത്. അതിനെ നമുക്ക് 4 കൊണ്ട് ഹരിക്കണം. പ്ലസ് 2 31 ചെസ്റ്റ് വന്നിരിക്കണം. അതിന് 4 കൊണ്ട് ഹരിക്കുമ്പോഴത്തേനും 7.75 കിട്ടും. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി കൂടുതൽ എടുക്കണം. ഇതെന്താ എടാ ഇത് ഇത്രയും കട്ട് ചെയ്യണേ. ഇത് ഞാൻ ഒന്നും കൂടി മടക്കാം. അവിടെ തൊട്ട് ഒന്നും കൂടി ഇടേ. എന്താ നമുക്ക് തെറ്റേക്ക്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിങ്ങനെ ഇത് നേരെ ഇടണം ഈ തുണി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ 2 അറ്റം കൂടി ഫസ്റ്റ് തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ടിടാം. എന്നിട്ട് ഈ അറ്റത്തേക്ക് ഇതൊന്നും കൂടിയിട്ട് ഇങ്ങനെ മടക്കി വെക്കണം. എന്നിട്ട് ഇതിങ്ങോട്ടേക്ക് ഒന്നും കൂടി മടക്കാം. ഓക്കെ. ഇനി നമുക്ക് ലെങ്ത്ത് എടുക്കാം. ടോപ്പിൻ്റെ ലെങ്ത്ത് 13. നമുക്ക് 13 കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6 കൊടുക്കാം. എത്രയാണോ ഷോൾഡർ അത്രയും കൊടുക്കണേ. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് 6 തന്നെ കൊടുക്കണം. ഷോൾഡർ എത്രയാണോ അത്രയും തന്നെ ഇങ്ങോട്ടേക്കും കൊടുത്താൽ മതി. ഒരു മിനിറ്റ്.
ഇതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ വരില്ല. പിന്നെ ചെസ്റ്റ് 30 അപ്പോൾ 30-ന് 4 കൊണ്ട് ഹരിക്കുമ്പോഴത്തേന് 7.25 കിട്ടും. അത് 8.25 2 ഇഞ്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ 8.25 9.25 ഇങ്ങോട്ടേക്ക് 9.25. വേസ്റ്റിലോട്ട് നമുക്കൊരു ഇത്തിരി വളച്ച് കൊടുത്താൽ മതി. ഞാൻ ഇത്തിരി വളച്ച് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അവർക്ക് എന്തായാലും വേണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് നമുക്ക് നെക്ക് ലെങ്ത്ത് ഒരു 4 ആണ്. നെക്ക് ലെങ്ത്ത് 4 കൊടുക്കാം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 4 തന്നെ കൊടുക്കണം. ഇത് ഇങ്ങനെ വളച്ച് ഇങ്ങനെ വരക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ടോപ്പ് വന്നത്. ഇതിനൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലീവും വരും. ഇതിപ്പോൾ ലൈനിങ്ങിനും കൂടിയിട്ട് വെട്ടിയിട്ടുണ്ടേ ഞാൻ. കണ്ടേ, രണ്ടെണ്ണം വെച്ച് മടക്കി അടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം ലൈനിങ്ങിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി വീഡിയോ ഞാൻ വേറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കണ്ടോളൂ. ഇത് കണ്ടില്ലേ, രണ്ടായിട്ടുള്ളത്. ഇതിങ്ങോട്ട് മടക്കുക, തിരിഞ്ഞെടുക്കുക, എന്നിട്ട് ഇത് ഒന്നും കൂടി മടക്കുക. അത്രേ ഉള്ളൂ. ഇതിനി ഒരു ഇത് ഹാഫ് സ്ലീവ് ആണല്ലോ. അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു പിന്നെ ഇച്ചിരി പഫായിട്ടും കുറച്ചിങ്ങനെ കിടക്കണതുകൊണ്ട് നമുക്കൊരു 15 നീളം എടുക്കാം. ഇത് ഇവിടെ നിന്ന് വെട്ടാം. ഓക്കെ, ഇനി ഇവിടുത്തെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കൂടെ ഇതും കൂടി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ അറ്റത്തുനിന്ന് കുറച്ചിങ്ങോട്ടേക്ക് നീക്കിയിട്ട് ഇതെന്തിനാ ഇത്ര ഇവിടെ നീക്കിയെന്ന് വെച്ചെന്നാൽ ഇതിങ്ങനെ ഇനി മടക്കി അടിക്കണം. എലാസ്റ്റിക് വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് മടക്കി അടിക്കാനുണ്ട്. അതുകൊണ്ട് ഇവിടെ കുറച്ചിങ്ങനെ നീട്ടത്തി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഒരു ഇങ്ങനെ ഒന്ന് വെട്ടിയേക്കാം. ഇവിടെ എലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിനും കൂടിയിട്ട് വേണ്ടിയിട്ട് ഇവിടെയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടേ. അപ്പം സ്ലീവുമായി. അയ്യോ വിശക്കുന്നു. സ്ലീവും വെട്ടിയിട്ടുണ്ട്, ടോപ്പിനുള്ളതും വെട്ടിയിട്ടുണ്ട്. ഇനി താഴത്തേക്കുള്ളതും കൂടിയായി കഴിഞ്ഞു. വെട്ടുന്നതൊക്കെ കഴിഞ്ഞു. ഇനി തയ്ക്കാനുള്ളതൊക്കെ ഇച്ചിരി പാടല്ല. ഫസ്റ്റ് ഇത് തയ്ക്കാനായിട്ട് നല്ല ടൈം എടുത്തിപ്പോൾ, പക്ഷെ അധികം ടൈം എടുക്കില്ല. ഒരു 1 മണിക്കൂർ വേണ്ട ഇത് തയ്ക്കാൻ. നോക്കുമോ കയ്യിൽ എത്ര നേരം എടുക്കും തയ്ക്കാൻ. ഇനി ബാക്കിയുള്ള ഫുള്ള് തുണി നമുക്ക് മടക്കി ഇങ്ങനെ എടുക്കാം. മൊത്തം ഇങ്ങനെ മടക്കിയെടുക്കാം. എത്ര മിനിറ്റായി? 21 മിനിറ്റായാ? ഇത് വേഗം തീർന്നിട്ടാണ് ബാക്കിയുള്ള കൂടി കട്ട് ചെയ്യാൻ. എന്നിട്ട് വേണം പോയി പല്ലേച്ച് ഫുഡ് വയ്ക്കാൻ. ഞാൻ എല്ലാ ദിവസവും ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഒന്ന് പല്ലേച്ച് ഫുഡ് കഴിക്കണം. എന്താണെന്ന് വെച്ചെന്നാൽ ഫസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ പല്ലേച്ച് എല്ലാം കഴിച്ചിട്ട് പിന്നെ വന്നിട്ട് തയ്ക്കണം. ഭയങ്കര കഷ്ടപ്പെടാം ഒറ്റക്കല്ലേ. പക്ഷേ ഒറ്റയ്ക്കാണ് നല്ലതെന്ന് തോന്നണം. ഒരാളെ കൂടി ഇപ്പം നിർത്താമെന്ന് ഞാൻ ഫസ്റ്റ് ഓർത്തു. പക്ഷേ ഒരാൾ കൂടി വെക്കുകയാണെങ്കിൽ അവർക്ക് കാശ് കൊടുക്കണ്ടേ. എൻ്റെ അതിന് മാത്രം കാശൊന്നും കിട്ടണമെന്നില്ലേ. ഇപ്പോൾ പിന്നെ എനിക്ക് ഒറ്റക്കായാലും കുഴപ്പമില്ലാണ്ട് ചെയ്യാനുണ്ട്. ചെറിയ നടുവേദന അതൊക്കെ മാത്രമേ ഉള്ളൂ. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി എത്രയാണ് ഇനി സ്കേർട്ടല്ലേ ചെയ്യാനുള്ള? താഴത്തേക്കുള്ള ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ഷോൾഡർ തൊട്ടിട്ട് മുട്ട് വരെയുള്ള ലെങ്ത്ത് എടുക്കണം. ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ.
ആരും പേടിക്കരുത്, ഇപ്പോഴേ പറഞ്ഞേക്കാം. ഷോൾഡർ തൊട്ടിട്ട് മുട്ടുവരെയുള്ളത് എടുക്കട്ടെ. ഒരു 38. എനിക്ക് ഞാൻ ഒരു വേസ്റ്റ് തൊട്ട് മുട്ടുവരെ ഒരു 20 കൊടുക്കാറുള്ളൂ. ഞാൻ അധികം ലെങ്ത്തിൽ ഡ്രസ്സ് ചെയ്യാറില്ല. പുറത്തേക്കുള്ളവർക്ക് പക്ഷെ അത് വെച്ചില്ലല്ലോ, അവർക്ക് പുറത്തേക്ക് നമ്മുടെ നാട്ടുകാർക്കാണ് ശോഭനം. ഞാൻ തന്നെ ഉടുപ്പിട്ടുണ്ട് പോകുമ്പോൾ എത്ര പേരാണെന്നറിയാം, എത്ര അപ്പൂപ്പന്മാരാണെന്നറിയാം എന്നോട് ചോദിക്കണം, മോളെ ഇച്ചിരി ഇറക്കമുള്ള ഉടുപ്പിട്ടുണ്ടാണെന്നോളൂ, എന്ത് ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം. അങ്ങേരാണ് എനിക്ക് ഉടുപ്പ് കാണിച്ചെന്നായുള്ള വിചാരം. ഞാൻ മുടിയിൽ കളർ ചെയ്തിട്ടുണ്ട്. പുറത്ത് പോയപ്പോഴത്തേനും ഞാൻ എൻ്റെ അനിയത്തിയും മുടി കളർ ചെയ്തു. അപ്പം ഒരു വൃത്തിയുടെ ഒരാക്കളവൻ അങ്ങേര് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാനാണ് ഹിന്ദിയിൽ സംസാരിച്ചത്. അപ്പം ഞാൻ ആർത്ത് പുള്ളിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ പറഞ്ഞു അയ്യോ മലയാളിയായിരുന്നു മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ എന്തോ പ്രാന്തൻ. എന്താണിത്? അപ്പത്തേനും നമ്മുടെ ഷോൾഡർ തൊട്ടിട്ട് മുട്ട് വരെ 38 ഉണ്ട്. അപ്പോൾ 38 നമുക്ക് 13 കുറക്കണം. 1 2 3 4 5 6 7 8 9 10 11 12 13 26 ഉണ്ട്. 26 ഒരു 2 ഇതായിട്ടില്ലേ കൊടുത്തിട്ടുള്ളത്. താഴത്തേക്കുള്ളത് കുറച്ച് ചെറുതും പൊക്കത്തേക്കുള്ളത് ഇച്ചിരി നീളം കൂടുതൽ, അങ്ങനെ മനസ്സിലാവണുണ്ട്. ഇത് കട്ട് ചെയ്തോളാം. ഫസ്റ്റ് തന്നെ 26 അപ്പോൾ സ്കേർട്ട് ലെങ്ത് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് അതിൽ നിന്നൊരു 15 16 ലെങ്ത്തിൽ ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്യണം. ഇതാണ് മടക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് അതിനകത്ത് ഫസ്റ്റ് 16 ഇഞ്ചിൽ ഒരെണ്ണം കട്ട് ചെയ്യാം. ഇനി നമുക്ക് 16 തൊട്ട് 26 വരെയാണ് വേണ്ടത്. പക്ഷേ ഇത്തിരി മടക്കി അടിക്കാനും പിന്നെ കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കണ പോലെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു 28 എടുക്കാം. 16 തൊട്ട് ഒരു 28 വരെ. അടുത്ത ഒരെണ്ണം കൂടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ബാക്കിൽ വള്ളിക്ക് വേണ്ടിയിട്ട് കുറച്ചെടുത്തേക്കാം. ഇതിനാണ് മൂർച്ചയില്ല. അപ്പം ഇത് ബാക്കിലെ വള്ളിക്കുള്ളതാണ് കേട്ടോ. ഇത് പൊക്കത്തേക്ക് എന്നിട്ട് ഇതിങ്ങനെ ചുരുക്കിട്ടിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 പീസ് കൂടുതൽ എടുത്തിട്ടുള്ളത്. ബാക്കിലെ വള്ളിക്ക് ഇത് സ്ലീവ്, ഇത് ടോപ്പ്. ഇനി നമുക്കിതിങ്ങനെ എടുത്തിട്ട് കെട്ടി വെക്കാം. ഓക്കെ, ഇങ്ങനെ ഇനി എന്തോ അപ്പം ഞാൻ ഇതുപോലെ ബാക്കിയുള്ളവരെയും കൂടി കട്ട് ചെയ്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യണ വീഡിയോ എടുക്കാം.
അപ്പോൾ ഗൈസ് ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മൊത്തം സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഇതിപ്പോൾ ഞാൻ ഒരു സാധനം കഴിച്ചു. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഇപ്പം കാണിച്ച ഡ്രസ്സില്ലേ അത് എങ്ങോട്ടേക്കാണ്? ഏതോ ഒരു സ്ഥലത്തേക്ക് അയക്കാനുള്ള, കേരളത്തിലല്ല, കരുത്തിൽ പുറത്തേക്ക് അയക്കാനുള്ള. അപ്പത്തേനും ഇത് ഫുള്ള് തലേന്ന് ഇപ്പോൾ അയച്ചിട്ടില്ല. 1-ാം തീയതി അല്ലല്ല 30-ാം തീയതി അയക്കേണ്ട ഡ്രസ്സ് ഇതുവരെ ഞാൻ അയച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചെന്നാൽ അവരോട് അഡ്രസ്സ് അയക്കാൻ പറഞ്ഞ് അവർ ലൊക്കേഷൻ അയച്ചു. പിന്നെ ഞാൻ അഡ്രസ്സ് തരാൻ പറഞ്ഞ് അവർ പിന്നെ ലൊക്കേഷൻ തന്നെ അയച്ചു. ഞാൻ പറഞ്ഞ് പിന്നെ നെയിം അതെല്ലാം കൂടി എന്ന് പറഞ്ഞിട്ട് അത് കണ്ട് ഒന്നും റിപ്ലൈ തന്നിട്ടില്ല. ഇതാണെങ്കിൽ തയ്ക്കാൻ വേണ്ടിയിട്ട് അളവ് ചോദിച്ച്. അപ്പോൾ മെഷർമെൻറ്റ് ഞാൻ ചെസ്റ്റ് സൈസും ഹൈറ്റും ടോപ്പ് ലെങ്ത്തും ഫുൾ ലെങ്ത്ത് ഇത്രയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ചെസ്റ്റ് 29 പറഞ്ഞു, ടോപ്പ് ലെങ്ത്ത് 27 പറഞ്ഞു. 27 എന്നൊക്കെ പറയുമെങ്കിൽ ഇവിടെ നിന്ന് ഇത്രയൊക്കെ ഉണ്ടാവും, 12 തന്നെ എനിക്ക് ഇത്ര ഉണ്ട്. അപ്പോഴത്തേന് 27 ടോപ്പ് ലെങ്ത്ത്, സ്കേർട്ട് ലെങ്ത്ത് 37, ഹൈറ്റ് 5.5 അടി. ഞാൻ ഇത് എല്ലാം കണ്ടും വെച്ചാൽ ഇത് ചെയ്ത് വരുമ്പോൾ എന്തായാലും കോളേജ്. അതുകൊണ്ട് പിന്നെ ഞാൻ അവരുടെ ചെസ്റ്റ് സൈസും ഹൈറ്റും മാത്രം തരാൻ പറഞ്ഞു. പിന്നെ ചെസ്റ്റ് സൈസ് 29, ഹൈറ്റ് എത്രയെന്ന് 5.5 അടി. അതിനകത്താണ് ഇപ്പം ഇത് ചെയ്തിട്ടുള്ളത്. എന്താകുന്നു ഭഗവാന് മാത്രം അറിയാവുള്ളൂ. ഇനി കിട്ടിക്കഴിഞ്ഞിട്ട് അളവ് തെറ്റാണ്, അത് മറിച്ചാന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റില്ല. അവർ തന്നളവരെ ഞാൻ ചെയ്തിട്ടുണ്ട്, മൊത്തം പൊട്ടത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഡ്രസ്സ് എന്തായാലും സ്റ്റിച്ച് ചെയ്ത് ഫോട്ടോ അയച്ചപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അവർ ഭയങ്കരമായിട്ട് കുറേ പറഞ്ഞ് അവരുടെ ഡ്രീം ഡ്രസ്സായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സന്തോഷിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അഡ്രസ്സ് അയക്കാൻ പറഞ്ഞിട്ടാണ് അഡ്രസ്സ് ലൊക്കേഷനൊക്കെ അയച്ചത്. ഞാൻ ഇനി അവിടെ വരെ കിട്ടുള്ളൂ അങ്ങനെയെന്ന് വെച്ചാൽ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് തന്നാൽ മതിയായിരുന്നു അഡ്രസ്സ്. ഇതുപോലെ തന്നെ വേറൊരു പണിയും കിട്ടിയിട്ടുണ്ടായി. കുറച്ച് പേർക്ക് എന്നെ പറ്റിക്കാൻ നോക്കുന്നുണ്ട്. ചിലർക്ക് ഞാൻ പറ്റിച്ച് പെടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊറിയർ അയച്ചിട്ട് അവർ കിട്ടിയില്ല എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് പെട്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ടെൻഷനായി പോകും. അപ്പോഴത്തെ ഇതുപോലെ തന്നെ പറഞ്ഞിട്ട് അതിൻ്റെ സ്ലിപ്പാണ് എൻ്റെ ഇത് കാണാണ്ട് പോയി. അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, DTDCയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, അത് കാണാണ്ട് പോയി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് ഞാൻ അയച്ചില്ല, എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല. പിന്നെ വൈകുന്നേരം ഞാൻ കൊറിയർ ഓഫീസിൽ ചെന്ന് അപ്പോൾ പേര് പറഞ്ഞപ്പോഴത്തേനും ഇന്ന ഡേറ്റിൽ അയച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡേറ്റിൽ അവരെഴുതിയിരുന്ന സാധനം ഉണ്ടല്ലോ അതെനിക്ക് എടുത്തു തന്നു. അപ്പോൾ നോക്കുമ്പോൾ അതിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തോ സാധനം അവരവിടെ അടിച്ചു നോക്കിയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അയച്ച് പിറ്റേന്ന് അവർക്ക് അവിടെ കിട്ടിയ സാധനം. എന്നിട്ട് അവർ കിട്ടിയില്ല എന്ന് കള്ളത്തരം പറഞ്ഞതാണ്. അതിനെയൊക്കെ കുറേ പണി കിട്ടിയിട്ടുണ്ട്. എന്നിങ്ങനെ പറ്റിക്കല്ലോ കേട്ടോ ആരും പാവൂല. ഒരു മിനിറ്റ് ക്ലിയർ അല്ലാത്ത വിളിക്കും. ഇതെന്താ ലൈറ്റിൻ്റെ പ്രശ്നമാണോ? അപ്പം എന്തായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇത് ഞാനിപ്പോൾ അന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ 5-6 ദിവസം കഴിഞ്ഞിട്ട് വേറെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ വേറെ ഉണ്ട് ചെയ്യണം. അന്ന് ഞാൻ കട്ട് ചെയ്തത് അന്ന് തന്നെ ഭയങ്കരമായിട്ട് വൈകിപ്പോയി. എനിക്ക് വേറെ കുറേ പണികളുണ്ടായതുകൊണ്ട് പരിപാടികളുണ്ടായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കണമെന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനിപ്പോൾ ഇത് വേറെ ആൾക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇതെന്തായാലും സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ പിന്നെ അതങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അയ്യോ എൻ്റെ ക്യാമറക്ക് എന്ത് പറ്റി കുട്ടാ? ഇതെന്താ? അപ്പം എന്തായാലും സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഞാനൊരു ഓർഡറിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തു പെട്ടെന്ന് തീരും. അല്ലാണ്ട് ഒരെണ്ണം ചെയ്ത് കട്ട് ചെയ്ത് അടുത്ത് ചെയ്ത് കട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ കുറേ ടൈം എടുക്കും. ഞാൻ പടപടയും ചെയ്യൂട്ടാ. എന്തായാലും തുടങ്ങാം. ഇനി ഇത്രയൊക്കെ ക്ലാരിറ്റി മതി പോകുന്നു. അപ്പൊ ഫസ്റ്റ് നമുക്ക് അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് മറ്റേ ഡ്രസ്സിന്റെ വള്ളി സ്റ്റിച്ച് ചെയ്യാവേ.
ടോപ്പിൻ്റെ നെക്ക് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാവേ എന്ന് പറയുമ്പോഴത്തേനും ഇത് കണ്ടോ, നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഒരു രീതിയിലായിരിക്കും. നമുക്കപ്പോൾ ഇവിടെ മാത്രം സ്റ്റിച്ച് ചെയ്യാം. ഇത്രയും ഭാഗത്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അത് മടക്കി അടിക്കാം. അപ്പോഴത്തേനും ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഇനി അതും അങ്ങോട്ട് കിടക്കട്ടെ. അടുത്തത് ഇനി സ്ലീവാണ് കേട്ടോ. സ്ലീവ് എടുക്കുമ്പോഴത്തേനും ഈ ഒരു രീതിയിലേക്ക് ഉണ്ടാവണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ ഒന്ന് മടക്കി അടിക്കാം. ഇനി നമുക്ക് ഈ 2 വള്ളി ഇങ്ങനെ ഉള്ളിലോട്ടാക്കി എടുക്കാവേ. വള്ളി ശരിയായി. അപ്പം ഇതും അങ്ങനെ തന്നെ ചെയ്യാം. പെട്ടെന്ന് കിട്ടണം. ഇനി ഈ സ്ലീവിൻ്റെ ഈ താഴെ ഭാഗം കണ്ടില്ലേ, ഇവിടെ നമുക്ക് മടക്കി അടിക്കാം. ഇനി ഇവിടെ ഇങ്ങനൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെയാണ് ഇനി എലാസ്റ്റിക് വെക്കേണ്ടത്. ഇതാണ് എലാസ്റ്റിക്. കട്ടായി പോയി. ഇതിനകത്തുനിന്ന് ഏകദേശം എൻ്റെ വണ്ണമാണല്ലോ. ഇത്രയൊക്കെ മതിയാവും. ഇതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇവിടെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ പിടിക്കാം. ഇങ്ങനെ വലിച്ചു പിടിച്ച് അടിക്കണം. ഓക്കെ, കറക്റ്റ് നേരെ വന്നിട്ടേ നേരെ കൊണ്ടിട്ട്. ഇനി ഇതും നമുക്ക് അതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചു പിടിച്ച് അടിക്കാം. ഇനി ഈ എലാസ്റ്റിക് മാറ്റാം. ഇനി നമുക്ക്
ഇവിടെ ഈ അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെയിട്ട് ഇച്ചിരി കട്ടിയുള്ള എലാസ്റ്റിക്കാണ് ഇടേണ്ടത്. അത് ഈ എലാസ്റ്റിക് ഇച്ചിരിയും കൂടി വണ്ണമുള്ളത്. നമുക്കൊരു 10 ഇഞ്ച് വെച്ചിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു 10 ഇഞ്ച്. അപ്പോൾ ഇത് ഇവിടെ നിന്നൊരു 10 തൊട്ട് ഇവിടുത്തെ 10 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ മടക്കി ഇത് തന്നെ ഇങ്ങനെ പിടിച്ച് സൈക്കിളിലാണോ? ആ തുറന്നരാ, ഒരു മിനിറ്റ്. ഞാൻ ചേച്ചി കൂടി പറയും. ഓടി, ഞാനിവിടെ വീഡിയോ എടുത്തോണ്ട് കേട്ടാ. വീഡിയോ നിന്റെ ഉടുപ്പാണ് റെഡ്. ഇല്ല, അത് കൊടുക്കാനുള്ള അവരോട് അഡ്രസ് അയക്കാൻ പറഞ്ഞപ്പോൾ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ഫാൻ ഇവിടെ ഫാൻ്റെ താഴ്ത്താതെ അടുത്ത് അങ്ങോട്ട് വെച്ചോ. എടുത്ത് തേടിയിരിക്കണ്ടേ. ഇനി നമുക്ക് അഡ്രസ് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോ ലൊക്കേഷൻ അയച്ചു. ഈ എലാസ്റ്റിക് നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ കയറ്റാം. യെസ്, ആ നിങ്ങൾ പറയുകയാണെങ്കിൽ കേൾക്കുകയും ചെയ്യും. അത് ആർട്സ് കട്ട് ചെയ്യില്ല കേട്ടോ. അവൻ അതുപോലെ തന്നെ ഇടും. മാറ്റി വെച്ചത് എന്താണ് എടുത്ത് അങ്ങനെ വെച്ചേക്കാ. നെയ്യപ്പം ചുറ്റടിക്കണം. ഇനി ഇത് നമുക്ക് ഇപ്പത്തെ എടി സാധനം ഇട്ടെന്ന് ഇതിനകത്ത് കേൾക്കൂലടി. അപ്പർ സൈഡ് വെക്കാം, അങ്ങോട്ട് കൊണ്ട് വെക്കും. ഇനി നമുക്കിത് ഇപ്പുറത്തെ സൈഡിൽ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്തേക്കാം. ആദ്യം അതിലൊന്നും പിടിച്ചേക്കല്ലേ, എൻ്റെ കൈ പോകും. അയ്യോ, ഓരോ ലാസ്റ്റ് ഞാൻ വെച്ചത് കാണാനില്ല. ഗൈസ്, ഒരു എലാസ്റ്റിക് കാണാനില്ല. നമുക്കന്നൊന്നും കൂടി വെക്കാം. അയ്യോ, പിന്നെ പോടെ മിന്നു എന്റെ ബ്ലാക്ക് എന്തേടി? ആ, അത് എസ്സിലുണ്ടാവും. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറ്റാം. രണ്ടാമത്തത് എടി ആദ്യ ഇതിനകത്ത് നോക്കി, വലിയ കട കവറിൽ നോക്കിയ ഈ കവറിൽ നോക്കിയ ഇതും നമുക്ക് അടിക്കാം അല്ലേ ആദ്യ. ഇനി ഈ സ്ഥലം അടിക്കാം. തുരുമ്പ് പിടിച്ചോ. അയ്യോ, അതെനിക്ക് അടിച്ചു തന്നതാ. ഇത് തന്നാടോ. ഇതൊന്നും കാണാനില്ലേ? അയ്യോ, ടോപ്പിന് പറ്റിയത് അതെ. എന്നെക്കൊണ്ട് ഞാൻ തന്നെ തോറ്റി. കാണണ്ടോ. ഇനി നമ്മ ടോപ്പിൻ്റെ നെക്കിന്റെ ഭാഗത്ത് പട്ടി വരുമ്പോ കാറുമ്പോ വന്നേടി നെക്കിന്റെ ഭാഗത്ത് അടിച്ചിട്ടില്ലേ, അതിനെ നമുക്ക് മടക്കി അടിക്കാം. ഓക്കെ, ഫാൻ പിടിച്ചിക്കണം. എന്നിട്ട് ഞാൻ കണ്ട ഇപ്പതാ ഇങ്ങനെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സ്ലീവ് വെക്കാം. സ്ലീവിന്റെ ഇവിടെയൊക്കെ കട്ട് ചെയ്തേക്കാം. ഓക്കെ, എനിക്ക് പിരിയത്ത് ഇങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കാൻ പിള്ളേർക്ക്.
ഒന്ന് പൊയ്ക്കാ പിന്നെ ഇനി നമുക്ക് ഇതിന്റെ ഈ മൂല കണ്ടില്ലേ, ഈ മൂലയില്ലേ അവിടത്തേക്ക് നമുക്ക് ഇതിന്റെ ഈ അറ്റം ഇവിടെ വെച്ചിട്ട് ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് അടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഇതിവിടെ വെക്കാം. ലൈറ്റ് തെളിയോ ഇതിന്? ഇല്ലപ്പോ എന്താ അതിൻ്റെ അകത്തൊരു സാധനം ഇരിക്കുന്നത്? ഏത് അത് ഇങ്ങനെ വിടാറുണ്ടിരിക്കാണ്. ഇത് എനിക്ക് അടിച്ചു വാങ്ങിച്ചെന്നാ താൻ പോടും. അതേപോലത്തെ അവക്ക് മേടിക്കണം. എന്താ എനിക്കത് ഒരുത്തരം മേടിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇത് ഇങ്ങോട്ടിടാം. എന്നിട്ട് അടുത്ത ടോപ്പിന്റെ ഭാഗം എടുത്തിട്ട് അതിന്റെ ഒരു സാധനം അതിന്റെ ആ ഒരു മൂല എടുത്ത് ഇവിടെ വെച്ച് ഇതിന്റെ ഇവിടെ വെച്ച് ഇത് തയ്ക്കാം. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് നല്ല രസമുണ്ടല്ലേ? ഒന്നും കൂടി ഇതിന്റെ ഈ സ്ഥലമില്ലേ ഇങ്ങനെയല്ല വെച്ചിട്ടാ അത് ഇങ്ങോട്ട് ഇട്ടിട്ട് ഈ അടുത്ത സ്ലീവ് എടുത്ത് ഇങ്ങോട്ട് വെച്ച് എന്നിട്ട് ഇങ്ങോട്ട് വെച്ച് ഇനി ഈ സ്ലീവിൻ്റെ ഈ ഭാഗം അവസാനം ഫസ്റ്റ് തയ്ച്ചതിൻ്റെ അല്ല ആ ടോപ്പിൻ്റെ ആ ഭാഗം കൂടി എടുത്തിട്ട് കണ്ടോ അതും എടുത്ത് ഇത് മതി. എന്തിനാ കൊണ്ടുപോകണോ അതൊക്കെ? എവിടെ മേടിക്കണം. അത് ഞാൻ പോയി കടയിൽ പോയി ചോദിക്കാൻ വെച്ചാൽ കണ്ണെടുത്തുന്നൊരു പോലും ഉണ്ടല്ലോ, അതും കൂടി മേടിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ മൂലയെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം. ഓ, മൂർച്ചയില്ലാത്ത കത്രിക മണ്ടായിരുന്നു. അപ്പോ പഞ്ഞോട് കണ്ടോ ടോപ്പ് സെറ്റ്. ഇനി നമുക്ക് ഇതിങ്ങോട്ട് തന്നെ മറിച്ചിട്ടിട്ട് കണ്ണനെ വിളിക്കേണ്ടി ആദ്യം ചെന്നിട്ട് മാമനെ വിളിക്കണം എന്ന് പറഞ്ഞ ചൊല്ലി ആദ്യം ആയോ ഒക്കെ ചെയ്യാൻ നശിപ്പിക്കല്ലേ എന്ന് പറയൊക്കെ. മാമനോട് പറയാതെ ഇനി നമുക്ക് ഇനി നമുക്ക് സ്ലീവിന്റെ ഇവിടെ സ്റ്റിച്ച് ചെയ്യാം. ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്യാം ആദ്യം. ഇവിടെ എത്തുമ്പോ നമുക്കൊരു വള്ളി എടുത്ത് ഇവിടെ വെച്ച് കൊടുക്കാം. ചെടുക്കാൻ വയ്യാത്തോണ്ട് ഓക്കെ. ഇനി ഈ സാധനം എടുത്ത് മാറ്റി വെച്ചേക്കണം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തത് താഴത്തേക്കുള്ള ഭാഗത്തിന്റെ നോക്കാം. ഇങ്ങനെ ചൂടെടുത്തേക്കണേ ഇതിൻ്റെ അകത്ത്. ഞങ്ങൾക്ക് അമ്പത്തിനടുത്ത് ശീലം കുഴപ്പമില്ല. ഫാനിട്ട് തയ്ക്കാൻ പറ്റില്ല. ഒരിക്കലേക്ക് ഫാനിട്ട് തയ്ക്കുമ്പോൾ ഈ ഉടുപ്പൊക്കെ പറന്നു പോകും, പിന്നെ ടൈം കുറേ എടുക്കും. ഇനി ഇതിന് താഴത്തേക്കുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2 പീസ് എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് അടിക്കാം. വിളിക്കണം എന്ന് പറഞ്ഞു. എവിടെ മാമി കണ്ടായി എടി ഞാൻ വീഡിയോട് കേടിമുത്തേ നിന്നെ കാണില്ലല്ലോ. എന്നെ കാണില്ല.
എന്നിട്ട് നമുക്ക് ഇത് കണ്ട ഇതിൻ്റെ ഒരറ്റ ഈ അടിച്ച ഭാഗം തന്നെ എടുത്തിട്ട് ഇതിൻ്റെ ഒരറ്റം നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം ഇവിടെ വന്നിരുന്നേ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് മാത്രം മടക്കിയടിക്കണം. ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ച് മടക്കിയടിക്കണം. മിന്നു ശരിയാവൂല ചപ്പല്ലേ കുഴപ്പമില്ല. ശരി, ഞാൻ വരട്ടെ. അത് കർഷക്കുഴി വിട്ടില്ല. അത് പൊന്നു പൊന്നു അത് മൊത്തം എടുക്കണം. ഞാൻ പുതിയതായിട്ട് കോമ്പാക്ട് പൗഡർ വാങ്ങിയിട്ടുണ്ട്. അത് അക്കച്ചി എടുത്തോ. എനിക്ക് അത് തേച്ചിട്ടെന്തോ വെള്ള പൗഡർ ഇട്ടോ. പ്രസവിക്കാൻ പോകുമ്പോ ഇടാലോ. ഹലോ ഹലോ. അതൊക്കെ ബാക്കി എന്തായാലും സ്റ്റോപ്പ്. ഞാൻ പറയണേ, ഇപ്പൊ ഇത് ഫുള്ള് മടക്കി അടിച്ചിട്ടേ ഇനി അടുത്ത വേറൊരു പീസും കൂടി നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് അതെടുക്കാം. അതെടുത്തിട്ട് ഇത് നമ്മൾ മടക്കി അടിക്കാറുണ്ട്. 3 പീസ് നമ്മൾ വെട്ടിയതിൽ 1 പീസാണ് കേട്ടോ. ബാക്കി 2 കൂട്ടി അടിച്ചിട്ട് മടക്കി അടിച്ചേക്കണം. ഇത് നമുക്ക് അയ്യോ അക്കച്ചൊന്ന് മേടിക്കൊക്കെ. ഇതിൻ്റെ അറ്റം എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മടക്കി അടിച്ചിട്ടുണ്ട്. അത് എടുത്തിട്ട് ഇതിൻ്റെ പൊക്കത്ത് തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. സ്റ്റിച്ച് ചെറുതാക്കി കൊടുക്കണം. എന്നിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാവേ. അയ്യോ ഒച്ച കുറക്ക, ഒച്ച കുറക്ക. പൊന്നൊക്കെ അവളെന്തെന്നാ എടുത്തോണ്ട് പോയത്? നീ പറഞ്ഞ മറ്റേ ബ്രഷും അല്ല മറ്റേ ഇതെന്താണ് അപ്പത്തേക്ക് ആരാണ്ട് കൊന്നിട്ട് വെക്കുന്നത്? ഇതെന്ത് പ്രശ്നം?
ചെയ്യണം നമുക്ക്. നീ വിളിപ്പിച്ച് വെച്ചടിയാ പത്രം. അപ്പൊ ദേ ഇത് മൊത്തം അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ബാക്കി വന്നിട്ടുള്ള തുണി നമുക്ക് കട്ട് ചെയ്ത് അക്കച്ചി എന്റെ നല്ല കത്തി കാണാനൊക്കെ എടി കാണാനില്ലാത്തല്ലേ ഞാൻ പറഞ്ഞില്ല. അത് വേറെതാ. അയ്യേ എടുത്ത് വെച്ച് മറ്റേത് ഞാൻ എവിടെയോ ഇന്നലെ ഞാൻ എവിടെയോ കൊണ്ടുപോയായിരുന്നു. നോക്കണം ഇനി ഇത് കഴിഞ്ഞിട്ട് നോക്കാം. അത് ഞാൻ കൊണ്ടുവരാൻ മറന്നുകൂടി. ഞാൻ കൊണ്ടുവരാട്ടോ. അല്ല അതുപോലെ എടുത്തു. ഇനി നമുക്ക് ഈ രണ്ടെണ്ണത്തിന്റെ രണ്ടും കൂടി ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇതിന്റെ സെന്റർ നോക്കാം. പക്ഷേ ഒരെണ്ണത്തിന്റെ കോലും ഒരു ബ്രഷ് കൂടി ഉണ്ട്. ആദ്യം പ്ലീസ് ആദ്യത്താ ഞാൻ ഇന്ന് പോകുമ്പോ മിഠായി വാങ്ങിച്ചു. മറ്റേ കോല് മാത്രമാണ്. ആ കോല് വേണം നിനക്ക്. ഇതിന്റെ സെന്റർ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തേക്കാം. എന്താന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൂടുതലും ഒരു സ്ഥലത്ത് കുറഞ്ഞും ഉണ്ടാവും. ഇനി നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് അയ്യോ കുറുമ്പായിരുന്നു. ഇതാണ് എൻ്റെ റൂമിൽ എപ്പോഴും കുറുമ്പന്. ആരും കൂടാത്രം ചെയ്യുന്നുണ്ട്. അതൊക്കെ വീഡിയോ കിട്ടുന്നുണ്ട്. ആര് ചെയ്തൊക്കെ ഇതൊക്കെ മാറ്റണം കേട്ടാ. ഇതൊക്കെ നീ കട്ട് ചെയ്തിടണം. എൻ്റെ ഇനി നമുക്ക് ഇങ്ങനെ കുറെ അമ്മൂമ്മമാരപ്പം പ്രോത്സാഹനത്തിന് വരും. കണ്ട നമുക്കിനി ടോപ്പിന്റെ അറ്റം എടുത്തിട്ട് ഇങ്ങനെ വെക്കാം. ഇനി ഇതിന്റെ ഉൾഭാഗം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്കേർട്ടിന്റെ ഉൾഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കണം. ഇത് നമുക്ക് ചെറിയ ചെറിയ ചുരുക്ക് ഇട്ട് കൊടുക്കാം. എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. കണ്ട ഇങ്ങനെ 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 സ്റ്റിച്ചിട്ട് കൊടുക്കാം. ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ ചുരുക്കിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് പോകാം. അത് മൊത്തം ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ സൈഡും കൂടി അടിക്കാവേ. നമുക്ക് ഇതിങ്ങനെ തന്നെ ഇട്ടിട്ട് ഇതിന്റെ സ്ലീവിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് ഇവിടെ ആ വള്ളി ഒരെണ്ണം കൂടി ഉള്ളത് എടുത്ത് വെച്ച് കൊടുക്കാം. ഓക്കെ ഇനി അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴെയും കൂടി മടക്കി അടിക്കണം. അതോടെ ഡ്രസ്സ് ഫുള്ള് കഴിഞ്ഞു. സമാധാനം കഴിഞ്ഞു. ചൂടടിച്ചാവും മനുഷ്യരോട്.
അയ്യോ നൂല് തീർന്നു പോയി. എന്തൊരു കഷ്ടം. ഈ നൂല് അടിയിലത്തെ നൂല് തീർന്നു പോയി. ഗൈസ് നമുക്കിനി നൂല് കാണുന്നില്ല. അപ്പോൾ ഗൈസ് ഇതാണ് ഡ്രസ്സ്. കൊള്ളാമോ? എനിക്ക് കറക്റ്റ് ഭാഗത്ത്. അപ്പോൾ ഇത് ഞാൻ സെയിൽ ചെയ്യാനുണ്ട്. ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ മെസ്സേജ് അയക്കുക ഇച്ചിരി വൈകി എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഞാൻ തന്നെ തയ്ക്കണം, ഉച്ചയ്ക്ക് തയ്ക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മെസ്സേജ് റിപ്ലൈ തരുമ്പോഴത്തേനും കുറച്ച് വൈകി എനിക്ക് അയക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ ടൈം കിട്ടില്ല. അതുകൊണ്ടാണ് വിളിച്ചെന്നാൽ ഞാൻ ഒട്ടും എടുക്കില്ല. എന്താണെന്ന് വെച്ചാൽ വിളിച്ചാൽ ടൈം കിട്ടില്ല തയ്ക്കാൻ. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചെടുക്കാത്തത്. കുറേ പേര് എന്നെ വഴക്കൊക്കെ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഡ്രസ്സെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു മിനിറ്റ് എൻ്റെ ആദ്യം പറ, ഈ ഡ്രസ്സ് ഇഷ്ടമായ? എങ്ങനെയുണ്ട്? കൊള്ളാം. എന്നാ പറ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ പറ. Bye.